പ്രിയപ്പെട്ട ജനാധിപത്യ വിശ്വാസികളെ, എല്ലാവർക്കും അഭിവാദ്യങ്ങൾ. അങ്ങനെ പതിവ് പോലെ ഇസ്ലാമിക വിരോധം അല്ലെങ്കിൽ മുസ്ലിം വിരോധം വിളമ്പണമെന്ന് താല്പര്യമുള്ളവർ ഇപ്പോൾ ജമാഅത്തെ ഇസ്ലാമിയെ നാട്ടക്കുറിയാക്കിക്കൊണ്ട് മുസ്ലിങ്ങളെ അന്യവൽക്കരിക്കുന്ന അല്ലെങ്കിൽ മുസ്ലിങ്ങളെ പിശാചുവൽക്കരിക്കുന്ന ആ പ്രവണത ത്വരിതപ്പെട്ടിട്ടുണ്ട്. അതിലെ ഒടുവിലത്തെ എപ്പിസോഡാണ് മാടായിപ്പാറ എവിടെയോ ഒരു ഭൂമി കേന്ദ്രീകരിച്ച് ജമാഅത്തെ ഇസ്ലാമി ഇസ്ലാമിക രാഷ്ട്രം സ്ഥാപിക്കാൻ പോകുന്നു എന്ന തരത്തിലാണ് ചില ആളുകൾക്ക് പെട്ടെന്ന് ഹാലിളകിയത്. ഒരു വേള നമ്മൾ ആലോചിച്ചാൽ മുസ്ലിം സംഘടനകളുടെ കൂട്ടത്തിൽ തന്നെ ഏറ്റവും കുറച്ച് മതവാദം ഉള്ളത്, അതായത് മതരാഷ്ട്രവാദം മുസ്ലിം സംഘടനകളുടെ കൂട്ടത്തിൽ ഇല്ലാത്ത ഒരേ ഒരു സംഘടന ജമാഅത്തെ ഇസ്ലാമിയാണ് എന്ന് വായിച്ചെടുക്കാൻ നമുക്ക് കഴിയുന്നതാണ്. ജമാഅത്തെ ഇസ്ലാമിയാണ് യഥാർത്ഥത്തിൽ ഇസ്ലാമിനെ, ഖുർആനിനെ ബഹുസ്വരമായി, മതേതരമായി, ജനാധിപത്യപരമായി വായിക്കുന്ന ഒരു സംഘടന. അത് ജമാഅത്തെ ഇസ്ലാമി ഇന്ത്യ പാകിസ്ഥാൻ വിഭജനത്തെ എതിർത്തതുകൊണ്ട് മാത്രമല്ല, ലാ ഇക്റാഹ ഫിദ്ദീൻ, മതത്തിൽ ബലാത്കാരമില്ല, ലക്കും ദീനുക്കും വലിയ ദീൻ, നിങ്ങൾക്ക് നിങ്ങളുടെ മതം, ഞങ്ങൾക്ക് ഞങ്ങളുടെ മതം എന്നുള്ള ആ ഒരു അടിസ്ഥാനത്തെ കൂടുതൽ വികസിപ്പിച്ചുകൊണ്ട് എങ്ങനെ നമ്മുടെ ഒരു ബഹുസ്വര സമൂഹത്തിൽ ആളുകളെ കൂടുതൽ മതേതരവാദികളാക്കി, കൂടുതൽ സഹിഷ്ണുതയുള്ളവരാക്കി മാറ്റാം എന്ന തലത്തിൽ ഊന്നിക്കൊണ്ടാണ് ജമാഅത്തെ ഇസ്ലാമി പ്രവർത്തിക്കുന്നത്. ജമാഅത്തെ ഇസ്ലാമിയെ കുറിച്ച് നമുക്ക് അറിയാം, അതൊരു തുറന്ന സംഘടനയാണ്. ഭരണഘടന പൊതു മാർക്കറ്റിൽ വാങ്ങിക്കാൻ കിട്ടുന്ന രാജ്യത്തെ ഒരേ ഒരു സംഘടന ജമാഅത്തെ ഇസ്ലാമിയാണ്. ജമാഅത്തെ ഇസ്ലാമിയുടെ സ്കൂളുകൾ, കോളേജുകൾ, സാമൂഹ്യ സേവന പദ്ധതികൾ ഇതെല്ലാം മുഴുവൻ സമൂഹത്തെയും ഉൾക്കൊള്ളുന്നതാണ്. ജമാഅത്തെ ഇസ്ലാമിയുടെ സ്ഥാപനങ്ങളിൽ നമ്മൾ അന്വേഷിച്ചാൽ അവിടെ ഒട്ടും കുറയാത്ത എണ്ണം അധ്യാപകർ അല്ലെങ്കിൽ അതിൻ്റെ ഏറ്റവും ഉയർന്ന തസ്തികകളിൽ ഒക്കെ നമുക്ക് മുസ്ലിങ്ങളായിട്ടുള്ള ആളുകളെ കാണുവാൻ കഴിയും. ഏതെങ്കിലും ഒരു മുസ്ലിം പള്ളിയിൽ മുസ്ലിം ആകാതെ തന്നെ ഒരാൾക്ക് ഇസ്ലാമിക രീതിയിൽ ഒന്ന് നിസ്കരിക്കണമെന്ന് തോന്നിയാൽ അത് നിസ്കരിക്കാൻ അനുവദിക്കുന്നത് ജമാഅത്തെ ഇസ്ലാമിയുടെ പള്ളികളിൽ മാത്രമാണ്. ഇപ്പൊ നമ്മുടെ ഈ പട്ടണങ്ങളിലും നമ്മുടെ ഈ ഗ്രാമങ്ങളിലും ഒക്കെ ഒരുപാട് മുസ്ലിം പള്ളികളുണ്ടല്ലോ. അപ്പൊ പെട്ടെന്നൊരു ഹിന്ദു സഹോദരൻ അല്ലെങ്കിൽ ക്രൈസ്തവ സഹോദരന് തോന്നി, എനിക്കും നിസ്കരിക്കണം, എനിക്ക് മുസ്ലിം ആകാനൊന്നും പറ്റൂല എന്ന് പറഞ്ഞാൽ അയാൾക്ക് ധൈര്യമായിട്ട് കയറി ചെല്ലാൻ കഴിയുന്നത് ജമാഅത്തെ ഇസ്ലാമിയുടെ പള്ളിയിലേക്കാണ്. നീ അറ്റം ചെത്തണം, കെലിമ ചൊല്ലണം, പൊന്നാനി പോണം, തൊപ്പി വെക്കണം, എന്നാലേ നിനക്ക് അള്ളാഹുവിനെ വിളിച്ച് പ്രാർത്ഥിക്കാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ ഞങ്ങൾ നിസ്കരിക്കും പോലെ നിസ്കരിക്കാൻ പറ്റുള്ളൂ എന്ന് പറയാത്ത ഒരേ ഒരു സംഘടന ജമാഅത്തെ ഇസ്ലാമിയാണ്. മുസ്ലിങ്ങൾക്കെതിരെ ഏറ്റവും കൂടുതൽ ഉന്നയിക്കപ്പെടുന്ന ഒരു ആരോപണമാണ് മുർത്തദ്, അതായത് മതപരിത്യാഗിയെ കൊല്ലണം എന്ന ഒരു ശിക്ഷ. അതായത് ഒരു ഇസ്ലാമിക രാജ്യത്താണ് കേട്ടോ, ഒരു ഇസ്ലാമിക രാഷ്ട്രത്തിൽ ഒരാള് ഇസ്ലാമിക വൃത്തത്തിൽ നിന്ന് പുറത്തു പോയാൽ അവന് മുർത്തദ് എന്നാണ് പറയുക. ആ മുർത്തദിനെ ആ ഇസ്ലാമിക രാഷ്ട്രം വധിക്കണം എന്ന ഒരു ശിക്ഷാ നടപടി ഉണ്ട് എന്നുള്ളത് നിങ്ങളെല്ലാവരും കേട്ടിട്ടുണ്ടാവും. ഇതിനെ ചോദ്യം ചെയ്യാൻ ധൈര്യം കാണിച്ച, അതായത് ഈ ശിക്ഷാ നടപടിയെ ചോദ്യം ചെയ്യാനും അത് ചർച്ചയ്ക്ക് വിധേയമാക്കാനും തൻ്റെ ഇടം കാണിച്ച ഒരേ ഒരു പ്രസ്ഥാനം ജമാഅത്തെ ഇസ്ലാമിയാണ്. ഇസ്ലാമിലെ വിവിധ ചിന്താസരണികൾ അല്ലെങ്കിൽ സ്കൂൾ ഓഫ് തോട്ട്സ്, മദ്ഹബുകൾ എന്ന് പറയും, ഷാഫി, ഹനഫി, ഹംബലി, മാലിക്കി, ഈ 4 മദ്ഹബുകളിലും മുർത്തദിന്റെ ശിക്ഷ ഖത്തിലാണ്, അവൻ വധിക്കപ്പെടണമെന്നുള്ളതാണ്. എന്നാൽ ഈ 4 മദ്ഹബിനും പുറത്ത് കടന്നുകൊണ്ട് ഗവേഷണം നടത്തി അത് പുനഃപരിശോധിക്കേണ്ട കാര്യമാണ്. മൻ ഖറജ മിനൽ ഇസ്ലാമി ഫഖ്തുലൂഹു അല്ലെങ്കിൽ മൻ ബദ്ദല ദീനഹു ഫഖ്തുലൂഹു എന്നുള്ള ഹദീസിന്റെ അടിസ്ഥാനത്തിൽ മുർത്തദിനെ കൊല്ലണം എന്ന് പറയുന്നത് നീതിയല്ല. അത് ദൈവം മനുഷ്യർക്ക് നൽകിയിട്ടുള്ള ഇമ്മാ ഷാക്കിറം വ ഇമ്മാ കഫൂറ എന്ന് പറയുന്ന ഇച്ഛാ സ്വാതന്ത്ര്യത്തിന്, തെരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യത്തിന്, അവന്റെ വിശ്വാസ ചിന്താ സ്വാതന്ത്ര്യത്തിന് എതിരാണ് എന്ന കാരണത്താൽ ഇത് പുനരാലോചനയ്ക്ക്, പുനഃപരിശോധനയ്ക്ക് വിധേയമാക്കേണ്ടതാണ് എന്ന് ചർച്ച നടത്താൻ ആർജവം കാണിച്ച ഒരേ ഒരു പ്രസ്ഥാനം ജമാഅത്തെ ഇസ്ലാമിയാണ്.
മുസ്ലിം പള്ളിയിലെ ഏറ്റവും പരിപാവനമായ സ്ഥലമാണ് മിമ്പർ, മിഹ്റാബ് എന്നൊക്കെ പറയുന്നു. നമ്മുടെ ക്രിസ്ത്യൻ പള്ളിയിലെ അൽത്താര എന്ന് പറയാറില്ലേ? വെള്ളിയാഴ്ച ദിവസം ഖത്തീബ് മിമ്പറിന്റെ മുകളിൽ നിന്നാണ് വിശ്വാസികളോട് ഉത്ബോധനം നടത്തുക. ശേഷം നിസ്കാരം നിർവഹിക്കുന്നത് മെഹ്റാബിലാണ്. ആ മെഹ്റാബിൽ നിന്നുകൊണ്ടോ മിമ്പറിൽ നിന്നുകൊണ്ടോ ഒരു അമുസ്ലിമിനെ, മുസ്ലിങ്ങൾ ഉൾപ്പെടെയുള്ള അല്ലെങ്കിൽ മുസ്ലിങ്ങൾ മാത്രമാകുന്ന ആ സംബോധിതരോട്, സദസ്യരോട് പ്രസംഗിക്കാൻ അനുവദിച്ചിട്ടുള്ള ഒരേ ഒരു പ്രസ്ഥാനം ജമാഅത്ത് ഇസ്ലാമി മാത്രമാണ്. അങ്ങനെ ഇവിടുത്തെ സുന്നികളോ മുജാഹിദുകളോ അതിന് ധൈര്യം കാണിക്കുമെന്ന് സങ്കല്പിക്കാൻ പോലും നിങ്ങൾക്ക് കഴിയില്ല. ഇതുപോലെ തന്നെ ജമാഅത്തെ ഇസ്ലാമി എപ്പോഴും സംബോധന ചെയ്യുന്നത് മനുഷ്യരോടാണ്. ഇപ്പൊ ഫത്ഹുൽ മുഈൻ വായിച്ചു നോക്കിയാൽ എന്താണ് സുന്നികളുടെ രാഷ്ട്രസങ്കല്പം, സമൂഹ സങ്കല്പം എന്ന് നമുക്ക് മനസ്സിലാവും. തൗഹീദിനെ കുറിച്ചുള്ള മുജാഹിദുകളുടെ ഒരു ലേഖനം വായിച്ചു നോക്കിയാൽ എന്താണ് അവരുടെ മാനവിക വീക്ഷണത്തിന്റെ സ്വഭാവം, മതേതരത്വത്തോടുള്ള, ചിന്താ സ്വാതന്ത്ര്യത്തോടുള്ള അല്ലെങ്കിൽ ഇതര വിശ്വാസങ്ങളോടുള്ള അവരുടെ സമീപനം എന്താണെന്ന് നമുക്ക് മനസ്സിലാവും. എന്നാൽ ജമാഅത്തെ ഇസ്ലാമി അവരുടെ പള്ളിയിൽ ഓണാഘോഷം സംഘടിപ്പിച്ചത് ഇക്കഴിഞ്ഞ ഓണത്തിനും അതിന്റെ മുമ്പത്തെ ഓണത്തിനും ഒക്കെ നമ്മൾ കണ്ടതാണ്. നിങ്ങൾക്ക് ആലോചിക്കാൻ പറ്റൂ, ഒരു ക്രിസ്ത്യൻ പള്ളിയിൽ അല്ലെങ്കിൽ ഒരു അമ്പലത്തില് ഇസ്ലാമിക ആചാരപ്രകാരം ഒരു ആഘോഷം നടത്തുക എന്നുള്ളത് അങ്ങനെ നടക്കുന്നൊരു കാര്യമല്ല. അല്ലെങ്കിൽ മുസ്ലിങ്ങളിൽ തന്നെ മുജാഹിദുകളുടെയോ സുന്നികളുടെയോ പള്ളിയിൽ ഓണാഘോഷം സംഘടിപ്പിക്കുന്നതിനെ കുറിച്ച് നിങ്ങൾ ആലോചിച്ച് നോക്കി. ജമാഅത്തെ ഇസ്ലാമിയുടെ പള്ളിയിൽ അതും നടക്കാറുണ്ട്. എന്ന് പറഞ്ഞാൽ നമുക്ക് സങ്കല്പിക്കാവുന്നതിൽ ഏറ്റവും തുറസായ സ്വഭാവമുള്ള, ഏറ്റവും തുറന്ന സ്വഭാവമുള്ള, ഉദാര സ്വഭാവമുള്ള ഒരു സംഘടനയാണ് ജമാഅത്തെ ഇസ്ലാമി. ഏറ്റവും കുറഞ്ഞ മതരാഷ്ട്രവാദമുള്ള സംഘടനയാണ് ജമാഅത്തെ ഇസ്ലാമി. ജമാഅത്തെ ഇസ്ലാമി മറ്റ് സഭകളുമായി, മറ്റ് മതക്കാരുമായി, മറ്റ് സമുദായങ്ങളുമായി കൂടുതൽ സംവാദങ്ങൾ നടത്താൻ, ഇന്റർഫെയ്ത്ത് ഡയലോഗ് നടത്താൻ, കൂടുതൽ വേദികൾ സംഘടിപ്പിക്കാൻ അവർ ഉത്സാഹം കാണിക്കുന്നു. ദലിത് സംഘടനകളുമായി ബന്ധം സ്ഥാപിക്കുവാൻ അവർ അതീവ തൽപരരാണ്. ഇടത് പ്രസ്ഥാനവുമായി ഒട്ടി നിന്നുകൊണ്ട് മനുഷ്യാവകാശങ്ങൾക്ക് വേണ്ടി, വിദ്യാഭ്യാസ അവകാശങ്ങൾക്ക് വേണ്ടി, സാമൂഹ്യ നീതിക്ക് വേണ്ടി, അടിമത്തത്തിനെതിരെ, സാമ്രാജ്യത്വത്തിനെതിരെ, ഫാസിസത്തിനെതിരെ, വിവേചനങ്ങൾക്കെതിരെ, അനീതികൾക്കെതിരെ പ്രവർത്തിക്കാൻ സന്നദ്ധതയുള്ള ഒരു പ്രസ്ഥാനമാണ് ജമാഅത്തെ ഇസ്ലാമി. അവര് പലപ്പോഴും ഇടതുപക്ഷവുമായി സഹകരിച്ച് പ്രവർത്തിക്കാനാണ് താല്പര്യം കാണിച്ചിട്ടുള്ളത്. അവര് എക്സ്പ്രസ് ഹൈവേക്കെതിരെ സമരം നടത്തി. പ്ലാച്ചിമടയിൽ അവർ നടത്തിയ പോരാട്ടങ്ങൾ വളരെ സുവിദിതമാണ്. പ്രബോധനം വാരികയിൽ തന്നെ മനുഷ്യരുടെ അവകാശങ്ങൾക്ക് വേണ്ടി, തൊഴിലാളികളുടെ അവകാശങ്ങൾക്ക് വേണ്ടി, അവകാശങ്ങൾ നിഷേധിക്കപ്പെടുന്ന ആളുകൾക്ക് വേണ്ടി ഇടതുപക്ഷത്തോട് ചേർന്ന് നിന്നുകൊണ്ട് പ്രവർത്തിക്കാനുള്ള സാധ്യതകൾ അന്വേഷിക്കുന്ന ഒരുപാട് ലേഖനങ്ങൾ പ്രബോധനം വാരികയിൽ തന്നെ പ്രസിദ്ധീകരിക്കപ്പെട്ടിട്ടുണ്ട്. ഒരുപാട് കാലം ഇടതുപക്ഷവുമായി ജമാഅത്തെ ഇസ്ലാമി സഹകരിച്ച് പ്രവർത്തിച്ചിട്ടുണ്ട്. പക്ഷെ ഇടതുപക്ഷം, കേരളത്തിലെ CPM തിരിച്ചറിഞ്ഞു, ജമാഅത്തെ ഇസ്ലാമിയെ പ്രോത്സാഹിപ്പിച്ചാൽ, അവരെ കൂടെ കൂട്ടിയാൽ പലപ്പോഴും തങ്ങളുടെ ഭൂമിക അവര് കവർന്നെടുക്കാൻ, ഹൈജാക്ക് ചെയ്യാൻ സാധ്യതയുണ്ട്. അപ്പൊ അതുകൊണ്ട് ഞങ്ങളുടെ ഈ തട്ടകം ഞങ്ങളുടേത് മാത്രമായിരിക്കണം, ജമാഅത്തെ ഇസ്ലാമിക്ക് അതിൽ പങ്കുകൊടുത്താൽ അവര് കൂടുതൽ ആ രംഗത്ത് പെർഫോം ചെയ്യാൻ സാധ്യതയുണ്ട് എന്ന ഒരു ആശങ്ക വന്നപ്പോഴാണ് ജമാഅത്തെ ഇസ്ലാമി മറ്റ് വഴികൾ രാഷ്ട്രീയമായി ആരായാൻ നിർബന്ധിതമായി തീർന്നത്. അങ്ങനെയാണ് നമ്മുടെ പാർലമെന്റ് അംഗമായ പ്രേമചന്ദ്രന്റെ RSP UDF-ലേക്ക് വന്നത്. അതുപോലെ CMP, അതൊക്കെ ഇടതു പാർട്ടികളാണല്ലോ, ഇടതു നിലപാടുള്ള പാർട്ടികളാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ് CMP. ഒരു ഘട്ടത്തിൽ CPI പോലും കോൺഗ്രസിനോട് സഹകരിച്ച് പ്രവർത്തിച്ചിട്ടുണ്ട്, മുസ്ലിം ലീഗുമായിട്ട് സഹകരിച്ച് പ്രവർത്തിച്ചിട്ടുണ്ട്. അത് അവരുടെ ഇടത് നിലപാട് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് CPM-മായി സഹകരിച്ച് പ്രവർത്തിക്കാൻ സാധ്യമല്ലാത്ത ഒരു ഘട്ടത്തിൽ ആണ് ആ പാർട്ടികൾ അങ്ങനെ ചെയ്തതെങ്കിൽ ജമാഅത്തെ ഇസ്ലാമി ഇപ്പോൾ കോൺഗ്രസിനോടോ അല്ലെങ്കിൽ മുസ്ലിം ലീഗിനോടോ സഹകരിച്ച് പ്രവർത്തിക്കുന്നത് വലതുപക്ഷ സമീപനത്തോടുള്ള ആഭിമുഖ്യം കൊണ്ടല്ല, മറിച്ച് നിർബന്ധിതാവസ്ഥയിൽ അവരെടുത്ത ഒരു സമീപനം മാത്രമാണ്. അപ്പൊ ചുരുക്കത്തിൽ ജമാഅത്തെ ഇസ്ലാമിയുടെ രാഷ്ട്രീയ രൂപമായ വെൽഫെയർ പാർട്ടി പോലും ഇസ്ലാമിക രാഷ്ട്രം സ്ഥാപിക്കാൻ വേണ്ടിയിട്ടുള്ളതല്ല, മറിച്ച് ഈ രാജ്യത്തിന്റെ ഭരണഘടന, മതനിരപേക്ഷത, ബഹുസ്വരത, മതേതരത്വം, ജനാധിപത്യം സ്ഥാപിക്കുന്നതിന് വേണ്ടിയിട്ടുള്ളതാണ്. ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിന് വേണ്ടി
സമാന ചിന്താഗതിക്കാരുമായി ചേർന്ന് പ്രവർത്തിക്കാനാണ്, വിദ്യാഭ്യാസ അവകാശങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് ജമാഅത്തെ ഇസ്ലാമിയെ നാട്ടക്കുറിയാക്കിക്കൊണ്ട് ഇസ്ലാമിനെയും മുസ്ലിങ്ങളെയും വേട്ടയാടുന്ന സമീപനം അത് ആര് കൈക്കൊള്ളുന്നോ അവരെ ഈ സമൂഹം തിരിച്ചറിയുന്നുണ്ട്. ഇത് മുസ്ലിങ്ങളോടുള്ള എതിർപ്പിന്റെ പേരിലാണ് ജമാഅത്തെ ഇസ്ലാമിയെ ഇങ്ങനെ പിശാചുവൽക്കരിക്കുന്നത്, അവരെ ഒറ്റപ്പെടുത്തുന്നത്, അവർക്കെതിരെ ബാലിശമായ അഭിപ്രായങ്ങൾ ഉയർത്തുന്നത്. ഇപ്പൊ മാടായിപ്പാറയിൽ തന്നെ ആ സഹോദരിമാർ പ്രകടനം നടത്തിയത് ഇസ്ലാമിക രാഷ്ട്രം സ്ഥാപിക്കണമെന്നും പറഞ്ഞുകൊണ്ടല്ല, അവരൊരു മാനുഷിക നീതിയുടെ മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ്. സ്ത്രീകൾക്ക് പ്രകടനം നടത്താനും സ്ത്രീകൾക്ക് പൊതുവേദിയിൽ പ്രസംഗിക്കാനും ഏറ്റവും അവസരം നൽകുന്ന പ്രസ്ഥാനം ജമാഅത്തെ ഇസ്ലാമിയാണ്. എന്നാൽ അവരെക്കാൾ മതേതരം സ്ത്രീകളെ വേദിയിൽ നിന്ന് ഇറക്കിവിടുന്ന, സമ്മാനം മേടിക്കാൻ സ്റ്റേജിലേക്ക് കയറി വന്ന പെൺകുട്ടിയെ അതിനുപോലും അനുവദിക്കാതെ സ്റ്റേജിൽ നിന്ന് ഇറക്കിവിട്ട ആ വിഭാഗക്കാരാണ് നമ്മുടെ ബഹുസ്വരതയുമായി മതേതരത്വവുമായി കൂടുതൽ സമരസപ്പെട്ടു പോകുന്നവർ എന്നൊക്കെ പ്രസംഗിക്കുന്ന ചില ആളുകൾ നമുക്ക് കാണുവാൻ കഴിയും. ഈ സന്ദർഭത്തിൽ ജമാഅത്തെ ഇസ്ലാമിയെ അതിന്റെ പ്രവർത്തനങ്ങളിലൂടെയും അതിന്റെ പുസ്തകങ്ങളിലൂടെയും അടുത്തറിഞ്ഞുകൊണ്ട് ഉള്ളത് സത്യം പറയുക എന്നുള്ള ഒരു നിലപാട് സ്വീകരിക്കണമെന്നാണ് വിമർശകരോട് പറയാനുള്ളത്.